Good morning everyone, welcome back to MTM Campus Educational Channel. Today we discuss the topic of method of trading in stock exchange. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. മെത്തേഡ് ഓഫ് ട്രേഡിംഗ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മാനുവൽ ട്രേഡിംഗ് പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി പഠിക്കാനുള്ളത് ഓൺലൈൻ ട്രേഡിംഗ് ആണ്. ഇനി സെക്കൻഡ് വൺ പറയാനുള്ളത് ഓൺലൈൻ ട്രേഡിംഗ് ആണ്. ഓക്കെ, നമ്മൾ മെത്തേഡ്സ് ഓഫ് ട്രേഡിംഗ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒന്നാമത്തെ മെത്തേഡ് മാനുവൽ ട്രേഡിംഗ് ആണെന്നുള്ളത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തത് ഓൺലൈൻ ട്രേഡിംഗ്. ഓൺലൈൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ത്രൂ ദ നെറ്റ് ഓർ ഓൺലൈൻ. ഓൺലൈനിലൂടെ നമ്മളുടെ സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാണ് ഓൺലൈൻ ട്രേഡിംഗ്. ഈ ഓൺലൈൻ ട്രേഡിംഗ് ചെയ്യുന്നതിന് നമ്മൾ സ്റ്റെപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ മാനുവൽ ട്രേഡിംഗ് ചെയ്തതുപോലെ തന്നെ ഒരു സ്റ്റോക്ക് ബ്രോക്കറെ അപ്രോച്ച് ചെയ്യുകയും അവിടെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും ചെയ്യണം. സാധാരണഗതിയിൽ നമ്മൾ മാനുവൽ ട്രേഡിങ്ങിൽ സാധാ അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അതായത് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡിമെറ്റീരിയലൈസ്ഡ് ഫോമിലേക്ക് മാറ്റണം. ഇലക്ട്രോണിക് ഫോമിലേക്ക് നമ്മൾ മാറ്റിയ നമ്മളുടെ ഷെയർസ് ആൻഡ് സർട്ടിഫിക്കറ്റിനെ ഡിമെറ്റീരിയലൈസ്ഡ് ഫോമിൽ, അതായത് ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റുന്ന രൂപത്തിൽ ഒരു അക്കൗണ്ട് നമ്മൾ അവിടെ ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ദെൻ നമ്മൾ വരുന്നത് എ ക്ലയൻറ്റ് പ്ലേസസ് ആൻ ഓർഡർ ത്രൂ ഓൺലൈൻ ബൈ ലോഗിങ് ഓൺ ബ്രോക്കർ സൈറ്റ്. അപ്പം ബ്രോക്കറുടെ സൈറ്റ് നമ്മളുടെ കയ്യിൽ തന്നിട്ടുണ്ടാവും. ആ ബ്രോക്കറുടെ സൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രോക്കറുടെ സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിൽ നമ്മൾ ക്ലയൻറ്റ് ഒരു ഓർഡർ കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഗിവൻ ഓർഡർ. ദെൻ സെക്കൻഡ്, the broker accept and executes the order and places it with the exchange. ബ്രോക്കർ ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ആ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്നു, അത് എക്സ്ചേഞ്ചിലേക്ക് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സ്ചേഞ്ചിൽ ഏത് എക്സ്ചേഞ്ചിലാണോ അയാൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള NSEയിലാണോ BSEയിലാണോ ഏതിലായാലും കുഴപ്പമില്ല, അതിൽ പോയിട്ട് അവിടെ ഓർഡർ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുക. അത് സെയിലായിക്കോട്ടെ ബൈ ആയിക്കോട്ടെ, ആ ഓർഡർ അവിടെ പ്ലേസ് ചെയ്യുന്നു. ദെൻ എക്സ്ചേഞ്ച് ആക്സെപ്റ്റ് ദ ഓർഡർ ആഫ്റ്റർ ചെക്കിംഗ് ദ ഷെയർ ലിമിറ്റ് ഫോർ ദ ഡേ. എക്സ്ചേഞ്ച് ഇത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷെയറിൻ്റെ ലിമിറ്റ് നോക്കിയിട്ടാണ്, ഈ ഷെയർ ഇത്ര ഇന്ന് ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഷെയർ ലിമിറ്റ് ഉണ്ടാവും. ആ ലിമിറ്റ് നോക്കിയിട്ട് എക്സ്ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യുന്നു. ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രോക്കർ മേക്സ് ദ പേയ്മെൻറ്റ് എയ്തർ ഡയറക്ട്ലി ത്രൂ ബാങ്ക് അക്കൗണ്ട് ഓർ പേസ് ത്രൂ ഹിസ് ഓൺ അക്കൗണ്ട് ആൻഡ് റിസീവ്സ് ഇറ്റ് ലേറ്റർ ഫ്രം ദ ക്ലയൻറ്റ്. അതിനുശേഷം എക്സ്ചേഞ്ച് ഈ ഓർഡർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ചേഞ്ചിന് ബ്രോക്കർ ആ കൃത്യമായ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ആ ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് ക്ലയൻറ്റിൽ നിന്ന് അവർ ഈടാക്കുകയും ചെയ്യുകയാണ് ചെയ്യുക. ദ എക്സ്ചേഞ്ച് റിസീവ്സ് ദ മണി ആൻഡ് കംപ്ലീറ്റ് ദ സെറ്റിൽമെൻറ്റ്. എക്സ്ചേഞ്ചിന് ആ മണി കിട്ടിക്കഴിഞ്ഞാൽ ആ സെറ്റിൽമെൻറ്റ് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ദ ക്ലയൻറ്റ് ഈസ് intimated about the settlement either through the dematerialized account or through email. ക്ലയൻറ്റിന് ഇത് കിട്ടുന്നത്, ഈ ഇൻഫോർമേഷൻ കിട്ടുന്നത് താൻ വാങ്ങിച്ച അല്ലെങ്കിൽ താൻ സെല്ല് ചെയ്ത സെക്യൂരിറ്റീസിൻ്റെ ഇത് കിട്ടുന്നത്, ഇൻഫോർമേഷൻ കിട്ടുന്നത് ത്രൂ ദ ഡിമെറ്റീരിയലൈസ്ഡ് അക്കൗണ്ട് ഓർ ത്രൂ ഇമെയിലായിട്ടും വരും. അതേപോലെ തന്നെ അയാളുടെ ഡിമെറ്റീരിയലൈസ്ഡ് അക്കൗണ്ടിലും ഉണ്ടാവും. അത് നമ്മൾ ഓൾറെഡി ഡെപ്പോസിറ്ററി അക്കൗണ്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അക്കൗണ്ടിൽ എന്താണ് ചെയ്യുക? നമ്മൾ സെക്യൂരിറ്റീസ് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിൽ എന്തുണ്ടാവും? അത് ക്രെഡിറ്റ് ചെയ്യുകയും നമ്മൾ വിൽക്കുകയാണെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിൽ അത് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുകയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മൾ വിൽക്കുമ്പോൾ ഡെബിറ്റ് ചെയ്യുകയും വാങ്ങിക്കുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു.
ഇനി എന്താണ് ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഡീമെറ്റീരിയലൈസേഷൻ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് physical form of share certificate into electronic form of credit balances maintained on highly secured system at the depository. എന്താണ്? It is the form of conversion of physical form of share certificate. ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെ ഫിസിക്കൽ ഫോമിലുള്ളത്, അതായത് ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പർ ആയിട്ടുള്ള ഫോമിൽ നിന്ന് നമ്മളതിനെ ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റുന്നതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇലക്ട്രോണിക് ഫോമിലാവുമ്പോൾ അത് ഡെപ്പോസിറ്ററി അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ അത് കാണിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ഓൺലൈൻ ട്രേഡിങ്ങിൽ പറയാനുള്ളത്. ഇനി ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ മെറിറ്റ്സ് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ മെറിറ്റ് പറയുമ്പോൾ എൻഷുർ ദ ബെസ്റ്റ് പ്രൈസ് ഫോർ ഇൻവെസ്റ്റേഴ്സിന് ബെറ്റർ പ്രൈസാണ് കിട്ടുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊരു കോട്ട കൊടുക്കുന്നു, ആ കോട്ട കൊടുത്തിട്ട് ആ കോട്ടയിലുള്ളിലുള്ള പ്രൈസിലാണ് അവർ ഫിക്സ് ചെയ്യുക. അതായത് 90 to 100 പറയുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള അവർക്ക് ഇഷ്ടമുള്ള ഒരു പ്രൈസിൽ അവർക്ക് കിട്ടും. ഇല്ല എങ്കിൽ അവരുടെ ഓർഡർ വേണ്ട ക്യാൻസൽ ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ വരുന്നില്ല എങ്കിൽ നമുക്ക് ക്യാൻസൽ ദ ഓർഡർ കൊടുക്കാം. അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബെസ്റ്റ് പ്രൈസ് ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്നു എന്ന് തന്നെ പറയാം. It ensures proper matching of their order within the communication network itself. There is a high level of transparency with regard to display information relating to the specific stocks and company profiles. അതേപോലെ തന്നെ ഇവർക്ക് കൃത്യമായിട്ട് ഈ കമ്പനിയുടെ പ്രൊഫൈലും കൃത്യമായിട്ട് കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ പ്രൈസും കൃത്യമായിട്ട് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ കോസ്റ്റ് ഇങ്ങനെയൊക്കെ അന്വേഷിക്കാനുള്ള കോസ്റ്റ് അവർക്ക് റിഡക്ഷൻ നടത്താൻ കഴിയും. രണ്ടാമത്തത് ഓഫേഴ്സ് ലിക്വിഡിറ്റി ടു ദി ഇൻവെസ്റ്റേഴ്സ്. 24 hours നമുക്ക് ട്രേഡിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് ഒരാൾക്ക് അയാളുടെ സെക്യൂരിറ്റീസ് വിറ്റിട്ട് അത് ക്യാഷാക്കി കൺവേർട്ട് ചെയ്യാൻ എപ്പോഴും പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ അത് ലിക്വിഡിറ്റി ഉണ്ട്, ഇൻവെസ്റ്റേഴ്സിന് അത് ലിക്വിഡിറ്റി ഓഫർ ചെയ്യുന്നു എന്നുള്ളത് ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്. മൂന്നാമത്തത് ഓഫർ ഗ്രേറ്റർ ട്രാൻസ്പാരൻസി. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രോണിക് ഫോമിലായതുകൊണ്ട് തന്നെ നമ്മൾ ഓർഡർ ചെയ്യുന്നതും നമ്മളുടെ ക്ലിയറിംഗ് സെറ്റിൽമെൻറ്റും എല്ലാം കൃത്യമായിട്ട് നമ്മൾക്ക് ഇൻഫോർമേഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഡെപ്പോസിറ്ററി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ഡെഫിനറ്റായിട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഓഫേഴ്സ് ഗ്രേറ്റർ ട്രാൻസ്പാരൻസി ഉണ്ട് എന്ന് പറയാം. നെക്സ്റ്റ് പറയാനുള്ളത് ഇറ്റ് എനേബിൾസ് പെസ്റ്റർ ഫ്രീ ട്രേഡിംഗ്. അന്ന് ശല്യമില്ലാത്തൊരു ട്രേഡിംഗ് ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ട്രേഡ് ചെയ്യാം, അല്ലാതെ ഒരു പ്രശ്നവുമില്ല. ഇതിൻ്റെ ഈസി ആൻഡ് പേപ്പർലെസ് ട്രേഡിംഗ് ഫോർ ദ ക്ലയൻറ്റിന് ഈസിയാണ് ആൻഡ് പേപ്പർലെസ് ട്രേഡിംഗ് ഫോർ ദി ക്ലയൻ്റ് ആണ്. ഇത് ബാങ്കുമായിട്ട് ഇൻ്റർഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ട്രേഡിങ്. കാരണം ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ ബ്രോക്കറേജ് ഫേമും ഡിമാറ്റ് അക്കൗണ്ട്സും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതേപോലെ ബാങ്കുമായിട്ട് ഒരു ബന്ധമുണ്ട്. അതുകൂടാതെ ഈസി ആൻഡ് പേപ്പർലെസ് ട്രേഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് പെസ്റ്റർ ഫ്രീ ട്രേഡിംഗ് ആണ്. ഒരു ശല്യമില്ലാത്ത ട്രേഡിംഗ് ആണ്. അലോസ് ക്വിക്ക് ട്രേഡിംഗ് ആണ്. ക്വിക്ക് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെരി ഷോർട്ട് പീരീഡിൽ ട്രേഡിംഗ് നടത്താൻ പറ്റും. ഇപ്പം സെല്ല് ചെയ്താൽ ഇപ്പം തന്നെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യും. അതുകൊണ്ട് തന്നെ ക്വിക്ക് ട്രേഡിംഗ് ആണ്. അത് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നു, നമ്മളുടെ സെക്യൂരിറ്റീസ് നമ്മൾ അപ്പം തന്നെ ഡെലിവർ ചെയ്യും. നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ അത് ഡെബിറ്റ് ചെയ്യുന്നു, മറ്റേ വാങ്ങിച്ച ആളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഓട്ടോമാറ്റിക്കലി അത് ട്രേഡിങ് ഇതാകും. നമുക്കൊരു പണിയുമില്ല. അതാണ് അതിൻ്റെ എന്ന് പറയുന്നത്. നമുക്ക് ആകെയുള്ള ഒരു പണി എന്ന് പറഞ്ഞാൽ സൈറ്റ് ലോഗിൻ ചെയ്യുക, ഓർഡർ കൊടുക്കുക, സെയിൽ ചെയ്യുക, സെയിൽ ഓർഡർ കൊടുക്കുക, ബൈ ആണെങ്കിൽ ബൈ ഓർഡർ കൊടുക്കുക. അങ്ങനെ അത് മാത്രമേ, ആ ഓർഡർ കൊടുക്കണതിൻ്റെ കൂടെ നമ്മൾ പ്രൈസും പറയുക, അത്രയേ ഉള്ളൂ. ഇനി ആറാമത്തത് എന്ന് പറഞ്ഞാൽ റെഡ്യൂസസ് സെറ്റിൽമെൻറ്റ് റിസ്ക് ഇല്ല എന്ന് തന്നെ പറയാം. എന്താ സെറ്റിൽമെൻറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ? സെറ്റിൽമെൻറ്റ് റിസ്ക് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കയ്യിൽ സെക്യൂരിറ്റി ഇല്ലാണ്ട് വിൽക്കുക,
അതാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഷോർട്ട് സെല്ലിംഗ് ഒരിക്കലും പോസിബിൾ അല്ല ഇൻ ഓൺലൈൻ ട്രേഡിംഗ്. കാരണം എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഇത്ര ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മൾക്ക് ഇത്ര സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിലില്ലാത്ത സാധനത്തിന് ഓർഡർ കൊടുക്കാൻ പറ്റില്ല, സെല്ല് ചെയ്യാനുള്ള ഓർഡർ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ മാനുവൽ ട്രേഡിങ്ങിലൊക്കെ നടന്നിരുന്നു. കയ്യിലില്ലാതെ സെക്യൂരിറ്റീസും വരുമെന്ന് വിചാരിച്ച് ട്രേഡിങ് നടത്താം. അതൊന്നും ഇതിൽ നടക്കില്ല. ഇതിൽ ആകെ നടക്കുന്നത് എന്താണ്, നമ്മുടെ കയ്യിലുള്ള ട്രേഡിങ് മാത്രമേ, നമ്മൾ കയ്യിലുള്ള ഷെയറിൻ്റെ ട്രേഡിംഗ് മാത്രമേ നടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ സെറ്റിൽമെൻറ്റ് റിസ്ക് കുറവാണെന്ന് പറഞ്ഞാൽ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. The method of trading reduces the settlement risk for the investor. In the case of no short sale is possible. അതാണ് നോ ഷോർട്ട് സെയിൽ ഒരിക്കലും സാധ്യമല്ല. കാരണം ദാറ്റ് മീൻസ് ദ സെല്ലർ ഈസ് നോട്ട് ബീയിങ് ഏബിൾ ടു സെൽ ദ സെക്യൂരിറ്റീസ് അൺലെസ് ഹി ഹാസ് ദെയർ ആക്ച്വൽ പൊസിഷൻ ഇല്ലാത്ത പക്ഷേ അയാൾക്ക് ഒരിക്കലും ആ ഷെയർ ട്രേഡ് ചെയ്യാൻ പറ്റൂല. ഇൻ ദ കേസ് ഓഫ് ഡിമാറ്റീരിയലൈസ്ഡ് അക്കൗണ്ട്സ്, വെൻ ദ സെല്ലർ വാണ്ട്സ് ടു സെൽ ദ സെക്യൂരിറ്റീസ്, ഈസ് ഡിമാറ്റീരിയലൈസ്ഡ് അക്കൗണ്ട് ഈസ് ചെക്ക്ഡ് ബൈ ദ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ബൈ എക്സിക്യൂട്ടിംഗ് ദ ട്രാൻസാക്ഷൻ. അപ്പോൾ ഡിമാറ്റീരിയലൈസ്ഡ് അക്കൗണ്ട്, അതായത് ഡിമാറ്റ് അക്കൗണ്ട് എപ്പോഴും ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് എപ്പോഴും എന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. അതിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇത് ഹൈലി സെക്യൂർ ആണ്, റെഡ്യൂസസ് സെറ്റിൽമെൻറ്റ് റിസ്ക് ഇല്ല എന്ന് പറയാം. നെക്സ്റ്റ്, ആക്സസ് ഇൻഫോർമേഷൻ പറയുന്ന സമയത്ത് എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് ഏതൊരാൾക്കും വലിയ ട്രേഡർ ആയിക്കോട്ടെ, ബൾക്കായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളായിക്കോട്ടെ, എന്താണ് ഷോർട്ടായിട്ട് സെക്യൂരിറ്റീസ് എടുത്ത് ട്രേഡ് ചെയ്യുന്ന ആളായിക്കോട്ടെ, അവർക്കൊക്കെ എന്ത് കിട്ടും, ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് എന്ന് പറയാം. ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ബിഗ്ഗായിട്ട് ബൾക്ക് ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ഇൻഫോർമേഷൻ അവൈലബിൾ ആയിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എല്ലാവർക്കും, സ്മോൾ ട്രേഡേഴ്സ്, അതായത് റീറ്റെയിൽ ട്രേഡേഴ്സിനും പോലും ഇവർക്ക് ഇൻഫോർമേഷൻ അവൈലബിൾ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് പറയുന്നത്, ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ്, എൻഷുർ ദി ബെസ്റ്റ് പ്രൈസ് ഫോർ ഇൻവെസ്റ്റേഴ്സ്. 2, ഓഫേഴ്സ് ലിക്വിഡിറ്റി ടു ദി ഇൻവെസ്റ്റേഴ്സ്. 3rd one, ഓഫേഴ്സ് ഗ്രേറ്റർ ട്രാൻസ്പാരൻസി. 4th one, enables pesture free trading. 5th one, allows kick trading. 6th one, reduces the settlement risk. 7th one, access information. Okay.